തുളസി ഇലയുടെ ഒരു വ്യത്യസ്ത ഉപയോഗവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. തുളസിയെ നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ട്. നമുക്ക് ഇത് ഒരു ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. നമ്മൾക്കിത് ചുമ, ജലദോഷം ഒക്കെ വരുമ്പോൾ നമ്മൾ ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയും അതുപോലെ തന്നെ ആവി പിടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉപയോഗം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഒരു പിടി തുളസിയില ഇതുപോലെ മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് അതിൻ്റെ കൂമ്പിലയാണ് ഞാൻ കിള്ളിയെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്കിതൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ വേണമെങ്കിൽ ഇട്ടടിക്കാം. പക്ഷെ അതിനെക്കാട്ടി നല്ലത് നമ്മൾക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ച് കത്രിക ഉപയോഗിച്ച് ഒന്ന് മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് അതൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം. ഇപ്പോൾ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു അരിപ്പ ഒരു പാത്രത്തിലേക്ക് വെച്ചു. എന്നിട്ട് നമ്മൾക്കൊന്ന് അരിച്ചെടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ലേശം വെള്ളം കൂടി, ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ച് നമ്മൾക്ക് അതും കൂടി ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും ജ്യൂസിൻ്റെ ആവശ്യമൊന്നുമില്ല. തുളസിയിലയുടെ നീര് ഇത്രയും ആവശ്യമൊന്നുമില്ല. നമുക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം മതി. ബാക്കി നമ്മൾക്ക് സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് പിന്നെയും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾക്ക് ഉണ്ടോ, ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം പിഴിഞ്ഞെടുക്കാനായിട്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറോ അരിപ്പൊടിയോ എന്ത് വേണമെങ്കിലും ഇട്ട് നമുക്കൊന്ന് കലക്കിയെടുക്കാം. അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. അത് ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അരിച്ച് വെച്ചിരിക്കുന്ന തുളസിയുടെ നീര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ അതിൽ നിന്നും 1 ടേബിൾ സ്പൂണോളം പകുതി ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണോളം തുളസി നീര് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അത്രയും മതി. ഇനി നമുക്ക് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് കുറുക്കിയെടുക്കണം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടി ഒഴിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്താണ് നമ്മൾ കംഫർട്ട് ഉണ്ടാക്കുന്നത്. ഇത്രയും മതി. ഇനി നമ്മൾക്ക് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് കുറച്ചും കൂടി വെള്ളം വറ്റിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന കംഫർട്ടിനൊക്കെ കെമിക്കലൊക്കെ ചേർത്തിട്ടുണ്ടാക്കും. നമ്മുടെ തുണിക്കൊക്കെ അത്ര നല്ലതല്ല. നമ്മളുടെ വീട്ടിൽ നമ്മളിതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല കംഫർട്ടിൻ്റെത് പോലെ തന്നെ നല്ല സ്മെല്ലും കിട്ടും. അതുപോലെ തന്നെ നല്ല സ്റ്റിഫായിട്ട് ഇരിക്കുകയും ചെയ്യും. അത് നമ്മളെ കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി ഇട്ടാണല്ലോ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ തുളസി നീരും വിനാഗിരിയും കൂടി ഒഴിക്കുമ്പോൾ നല്ല ഒരു കംഫർട്ടിൻ്റെ ആ ഒരു ഫീലിംഗ് തന്നെ നമുക്കുണ്ടാകും. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നമ്മളുടെ ഇതുപോലെ ഉണ്ടാക്കി നമ്മൾക്ക് സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കുറേശ്ശെ എടുത്ത് ഇതുപോലെ നമ്മളുടെ തുണികളൊക്കെ മുക്കി കൊടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിനി കംഫർട്ട് വാങ്ങിക്കാനായിട്ട് കടകളിൽ നിന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് തുണി മുക്കാനുള്ള കംഫർട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത്രയും മതി. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കുറുക്കിയെടുക്കാം. കണ്ടോ, ഞാൻ നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾക്ക് അത് ഗ്യാസ് ഓഫ് ചെയ്ത് ആറിക്കഴിയുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾക്ക് എടുത്ത് നമ്മൾ
കഴുകി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അലക്കിയെടുത്ത തുണികൾ നമ്മൾ കംഫർട്ടിലൊക്കെ മുക്കത്തില്ലേ, അതിന് തുല്യമായിട്ട് നമുക്ക് ഇതിൽ എടുത്താൽ വളരെ നീറ്റാണ്. അതുപോലെ തന്നെ കംഫർട്ടിൻ്റെ എല്ലാവിധ ഗുണങ്ങളും കിട്ടുകയും ചെയ്യും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. ഓക്കെ, ബൈ ബൈ.